ഇന്നത്തെ പരീക്ഷ നെയ്യാറ്റിങ്കര ഡിഗ്രി പ്രിലിംസ് സത്യം പറഞ്ഞാൽ തേഞ്ഞൊട്ടി ഭയങ്കര പാടാണ്. എനിക്കൊരു 50 പോലും എഴുതാൻ പറ്റിയെന്ന് അറിഞ്ഞൂടെ. ബ്രോ എക്സാമിനെ കുറിച്ച് റിവ്യൂ എന്ന് പറയുന്നത് പാടായിരുന്നു, ഭയങ്കര പാടായിരുന്നു. ഇനി അവർ എഴുതിയിട്ടുള്ള ഏറ്റവും പാടുള്ള എക്സാം ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് എങ്ങനെ തോന്നി? 60 50 ഇംഗ്ലീഷും മാത്സും വലിയ കുഴപ്പമില്ല. ബാക്കി ബ്രോ എക്സാമിനെ കുറിച്ച് റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. എക്സാമിനെ കുറിച്ച് റിവ്യൂ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു. എക്സാം പാടായിരുന്നു. എനിക്ക് ഭയങ്കര പാടായിരുന്നു. കുഴപ്പമില്ല. എക്സാം എളുപ്പമുണ്ടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞത്? കുഴപ്പമില്ല. എക്സാമിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത്? കുഴപ്പമില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പം പറയില്ല, പാടായിരുന്നു. കുറെ പേര് ഭയങ്കര എളുപ്പം എന്നാണ് പറയുന്നത്. എളുപ്പം പറയാനില്ല, പാടല്ലേ? അത്യാവശ്യം വർക്ക് ചെയ്യാൻ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാടായിരുന്നു. എളുപ്പം എനിക്ക് പാടായിരുന്നു. നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പഠിച്ചില്ല. എനിക്ക് പാടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പഠിച്ച എത്ര വർഷമായിട്ട് PG പഠിക്കും? ഇല്ല, ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു? വലിയ കുഴപ്പമില്ല. പറഞ്ഞിട്ട് പഠിക്കാം. എനിക്ക് പാടായിരുന്നു. എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇല്ല, പ്രിപ്പയർ ഒന്നുമില്ല. എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ? എനിക്ക് ഭയങ്കര പാടായിരുന്നു തോന്നി. ഞാൻ അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കുന്ന മാത്രമല്ല, അല്ല പുറത്ത് പോയി പഠിക്കുന്നൊന്നുമില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എളുപ്പമാണല്ലേ? മാത്സ് ഇച്ചിരി പാടായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ബാക്കി മലയാളം, ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു. ബ്രോ എക്സാമിനെ കുറിച്ച് മാത്സ് എളുപ്പമുണ്ട്, ബാക്കിയെല്ലാം പാടായിരുന്നു. എക്സാമിനെ കുറിച്ച് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാം കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയാണ് കുഴപ്പമില്ലാതെ പറയാൻ പറ്റിയത്? അവസാനത്തെ ചോദ്യം തൊട്ട് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമുണ്ടായിരുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നറിയാ? കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര പാടായിരുന്നു. എക്സാമിനോട് അഭിപ്രായം പറയും. പാടായിരുന്നു, എളുപ്പമായിരുന്നു. എക്സാം പാടായിരുന്നു. കുഴപ്പമില്ല. അതല്ല എല്ലാവരും പറയണത് ഇത് എളുപ്പം തോന്നുന്നു. അതെങ്ങനെ? അത്യാവശ്യം പാടായിരുന്നു. എക്സാം പാടായിരുന്നു, എളുപ്പമായിരുന്നു പറയുന്നത്. എക്സാം ആവറേജ് ആയിരുന്നു. പിന്നെ ആവറേജ് എങ്ങനെ പറയാൻ പറ്റും? എത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റും? 50. അപ്പൊ പിന്നെ ആവറേജ് ആവും. തപ്പല്ലേ? കുറെ പേരുണ്ട് പാടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇതിൽ കുറെയൊക്കെ എക്സൈസിന്റെ ഒക്കെ കുറെ ആർട്ടിക്കിൾസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പം കഴിഞ്ഞതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ടഫാണ്. മുമ്പത്തെ എക്സാം 2021 നടന്ന ഡിഗ്രി പ്രിലിംസ് അതിനേക്കാൾ പാടായിട്ട് എനിക്ക് തോന്നുന്നു. മുമ്പത്തെ ഞാൻ എഴുതിയിട്ടില്ല, ഫസ്റ്റ് ആണ് എഴുതുന്നത്. അപ്പോ ഇതിട്ട് ടഫായിട്ട് ഓരോരുത്തർക്കും ഓരോ സെക്ഷൻ ആയിരിക്കുമല്ലോ വരുന്നത്. ഫസ്റ്റ് കിട്ടുന്ന സെക്ഷൻ എനിക്ക് ഉള്ളതായിരിക്കുമല്ലോ അവർക്ക്. അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന മാത്സ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാണ്. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. കാരണം എനിക്ക് ഹിസ്റ്ററി അത്ര ബേസ് ഇല്ലാത്തതുകൊണ്ട്. എവിടെ പഠിക്കണം? ഞാന് വർക്ക് ചെയ്യാണ്. അല്ല, ഈ PSC പ്രിപ്പയർ ചെയ്യുന്ന ഏത് മേഖല വെച്ചാണ്? ഞാനിപ്പോ സ്പാർക്കിലാണ് പോകുന്നത്. എക്സാം ഒന്ന് റിവ്യൂ പറഞ്ഞിട്ട് ഭയങ്കര പാടായിരുന്നു. എക്സാമിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞിരുന്നു. വളരെ നല്ല എളുപ്പമായിരുന്നു. ഞാൻ ഇത് നോക്കുന്നില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും പറഞ്ഞാൽ എളുപ്പമാണ്. പാടായിരുന്നു. എളുപ്പമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിചിത്രമായ റിവ്യൂ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര പാടായിട്ടാണ് തോന്നുന്നത്.